എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധമധ്യായം 18 ശ്ലോകം 34, 35, 36, 37, 38, 39 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ആ ശർമ്മിഷ്ഠയ്ക്കും 2 പുത്രന്മാരുണ്ടായി. യയാതിൽ നിന്ന് അറിഞ്ഞ് ദേഷ്യം വന്ന് ദേവയാനി പിതൃഗ്രഹത്തിലേക്ക് പോയി. അപ്പൊ അതാ യയാതി മഹാരാജാവ് ദുഃഖിച്ച് പിന്നാലെ ഓടുന്നു. നാമം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തി നമഃ. ഗംഗണപതേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 34. ഗർഭസംഭവമാസുര്യ ഭർത്തുർവിജ്ഞായ മാനിനി ദേവയാനി പിതൃഗേഹം യയൗ ക്രോധവിമൂർച്ഛിത. ഭർത്താവിൽ നിന്ന് ആസുര്യാഹ അസുരപുത്രിയുടെ ഗർഭസംഭവത്തെ വിജ്ഞായ അറിഞ്ഞിട്ട് മാനിനി ദേവയാനി അഭിമാനവതിയായ ദേവയാനി ക്രോധവിമൂർച്ഛിത ക്രോധത്താൽ ഏറ്റവും വിമൂർച്ഛിക്കപ്പെട്ടവളായിട്ട് പിതൃഗേഹം പിതാവിന്റെ ഗൃഹത്തെ യയൗ യാനം ചെയ്തു. തന്റെ ഭർത്താവ് അസുരരാജപുത്രിയില് ഗർഭാധാനം ചെയ്തു എന്ന് അറിഞ്ഞപ്പോ ദേഷ്യം കൊണ്ട് ഇങ്ങനെ വിറച്ച് ദേവയാനി അടക്കാൻ കഴിയാത്ത ക്രോധത്തിന് അധീനയായിട്ട് ഭർത്താവിനെയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് അച്ഛന്റെ അടുത്തേക്കാണ്ട് പോയി. അച്ഛനോട് പറയാൻ ഈ പരാതി. പ്രിയാം അനുഗതകാമി വജോഭി ഉപമന്ത്രയൻ ന പ്രസാദയിതും ശേഖേ പാദസംവാഹനാദിഭി. പ്രിയാം അനുഗതകാമി പ്രിയയെ അനുഗമിച്ച കാമിയായ യയാതിരാജാവ് വജോഭി വാക്കുകൾ കൊണ്ടും പാദസംവാഹനാദിഭി പാദസ്പർശനാദികൾ കൊണ്ടും ഉപമന്ത്രയൻ സമാശ്വസിപ്പിക്കുന്നവനായിട്ട് പ്രസാദയിതും പ്രസാദിപ്പിക്കുവാനായിക്കൊണ്ട് ന ശേഖേ ശക്തനായില്ല. ആ പിതൃഭവനത്തിലേക്ക് പോകുന്ന പത്നിയുടെ പിന്നാലെ കാമാതുരനായിട്ടുള്ള തനി ഒരു കാമം, എന്താ പറയാ, കാമാതുരൻ തന്നെ. അങ്ങനെയുള്ള ഒരാളെ പോലെ യയാതി മഹാരാജാവ് ഓടി ചെല്ലാണ്. ദേവയാനി പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടുക. ശരിക്കും ആ കാല് പിടിച്ച് വഴിയിൽ തടഞ്ഞു നിർത്തി കാല് പിടിക്കുക, കാലുമേല് നമസ്കരിക്കുക, കാൽക്കല് പോവരുതേ പോവരുതേ. അപ്പറ ശരിക്കും ഒരു എന്താ പറയാ ആ താണ നിലവാരത്തിൽ തന്നെയാണ് ആ കാമലീലകളൊക്കെ അഭിനയിച്ച് അത്രയും വിരഹം സഹിക്കാൻ പറ്റാതെ ദേവയാനിയുടെ കുറെ സന്തോഷിപ്പിക്കാൻ നോക്കി. ദേവയാനി അതൊന്നും സമ്മതിച്ചില്ല, തട്ടി മാറ്റിയിട്ട് പോയി. ശുക്രസ്തമാഹ കുപിത സ്ത്രീകാമാനൃതപൂരുഷ ത്വാം ജരാവിശതാം മന്ദ രൂപകരണീന്ദ്രണാം. കുപിത ശുക്ര കോപിച്ച ശുക്രൻ തം ആഹ അദ്ദേഹത്തോട് പറഞ്ഞു. സ്ത്രീകാമ സ്ത്രീയിൽ കാമത്തോടുകൂടിയ ആനൃത പുരുഷ സത്യവാനായ പുരുഷ മന്ദ എന്നാ വിളിക്കണേ, ബുദ്ധിഹീനായ മന്ദ എന്ന് പറയില്ല, അതല്ല. നൃണാം വിരൂപകരണീ ജര മനുഷ്യരുടെ സൗന്ദര്യത്തെ കളയുന്ന ജര ത്വാം വിശതാം നിന്നെ പ്രവേശിക്കട്ടെ. ദേവയാനി പറയണത് കേട്ടിട്ട് ശുക്രമഹർഷിക്കും ദേഷ്യം കൊണ്ട് അങ്ങോട്ട് വിറച്ചു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ശർമ്മിഷ്ഠ ശയ്യയിൽ പ്രവേശിപ്പിക്കരുതെന്ന് നേരത്തെ മുന്നറിയിപ്പ് കൊടുക്കുക. എന്നിട്ടും അത് ചെയ്തില്ലേ? അപ്പൊ സ്ത്രീയിലുള്ള കാമനിമിത്തം നീ സത്യത്തെ പരിപാലിച്ചില്ലല്ലോ. നീ എന്നോട് പറഞ്ഞതല്ലേ ഞാൻ. അപ്പൊ പുരുഷ അധമ എന്നാ വിളിക്കുന്നത്. മനുഷ്യ ശരീരത്തില് വിരൂപതയെ ജനിപ്പിക്കുന്നതായിട്ട് ആ ജരാവസ്ഥ അത് നിനക്ക് ബാധിക്കട്ടെ, നിന്നെ ഇപ്പൊ തന്നെ ബാധിക്കട്ടെ എന്ന് പറഞ്ഞെടുത്തു. മഹർഷി പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ രാജാവ് പടുവൃദ്ധനായിട്ട് മാറിയിട്ടുണ്ട്. യയാതി പറയുന്നു. അതൃപ്തോസ്മി അത്യകാമാനാം ബ്രഹ്മൻ ദുഹിതരിസ്മതേ വ്യത്യസ്യതാം യഥാ കാമം വയസായോ ഹിതാസ്യതി. ബ്രഹ്മൻ, ഹേ ബ്രാഹ്മണോത്തമ, തേ ദുഹിതരി അങ്ങയുടെ
ദുഹിതാവിൽ കാമാനാം കാമങ്ങളുടെ ആ ഭോഗങ്ങളാൽ അദ്യ അതൃപ്താസ്മി ഇപ്പോൾ അതൃപ്തനാകുന്നു. യാതൊരുവൻ അഭിദാസ്യതി സന്തോഷപൂർവ്വം ദാനം ചെയ്യുമോ വയസ്സുകൊണ്ട് യഥാകാമം കാമാനുസരണം വ്യത്യസ്തത വ്യത്യാസപ്പെടുത്തിക്കൊള്ളും. യാതി പറഞ്ഞു, സങ്കടമായിട്ട്, ഹേ ബ്രാഹ്മണോത്തമ ഗുരു, ഇത്ര കാലമായിട്ട് ഞാൻ അങ്ങയുടെ പുത്രിയോട് ചേർന്ന കാമഭോഗങ്ങൾ അനുഭവിച്ചിട്ട് എനിക്ക് മതിയായിട്ടില്ല, ഞാൻ സംതൃപ്തനായിട്ടില്ല. അതുകൊണ്ട് ഈ ജര വന്ന ഈ ശരീരം കൊണ്ട് ഞാൻ അങ്ങയുടെ പുത്രിയുടെ അടുത്ത് ചെന്ന അത് ദേവയാനി എന്നെ അടുക്കി സന്താപമാവില്ലേ ഇത് കണ്ടാൽ? അതുകൊണ്ട് എനിക്കിത് മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് പിന്നെ അപേക്ഷിച്ചപ്പോ അപ്പൊ ശുക്രമഹർഷി പറഞ്ഞു, അതെ, എന്നാ അങ്ങയുടെ പുത്രന്മാര് വേറെ ആരെങ്കിലും അവരുടെ യൗവനം അങ്ങേക്ക് സന്തോഷപൂർവ്വം തരികയാണെങ്കിൽ ഈ ജരയെ അവർക്ക് കൊടുത്തുകൊള്ളുക, അല്ലാണ്ട് ഇത് മാറ്റാൻ പറ്റില്ല, എന്റെ ശാപം ഫലിക്കുക തന്നെ ചെയ്യും. വേറെ ആർക്കെങ്കിലും ഇത് മാറ്റത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ സ്വീകരിക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജാവിന് സന്തോഷമായി. ഇതി ലബ്ധവ്യവസ്ഥാന പുത്രം ജ്യേഷ്ഠമവോചത യദോ താത പ്രതീക്ഷേമാം ജരാം ദേഹി നിജം വയ മാതാമഹകൃതാം വത്സ ന തൃപ്തോ വിഷയേഷഹം വയസാ ഭവദീയേന രംസ്യേ കതി വയസ്സമാഹ. ഇതി ലബ്ധവ്യവസ്ഥാന, ഇപ്രകാരം ലഭിച്ചിരിക്കുന്ന വ്യവസ്ഥാനത്തോടു കൂടിയവനായിട്ട് ജ്യേഷ്ഠം പുത്രം മൂത്ത പുത്രനോട് അവോചത വചിച്ചു. താതാ വത്സ യദോ, ഹേ വത്സനായ യദോ, മാതാമഹ കൃത, മാതാവിന്റെ പിതാവിനാൽ ജനിപ്പിക്കപ്പെട്ടതായ ഇമാം ജരാം, ഈ ജരയെ പ്രതീക്ഷ സ്വീകരിച്ചാലും നിജം വയ, നിന്റെ യൗവനത്തെ ദേഹി നൽകിയാലും വിഷയേഷു, വിഷയങ്ങളിൽ അഹം ഞാൻ ന തൃപ്തനായിട്ടില്ല. ഭവതീയേന വയസ്സ, നിന്റെ യൗവനം കൊണ്ട് കതിപയ സമ, കുറെ സംവത്സരങ്ങൾ രമിക്കുന്നു. ആ ജരയെ മാറ്റം ചെയ്യാനുള്ള അനുഗ്രഹം ശുക്രമുനിയിൽ നിന്ന് ലഭിച്ചപ്പോ യയാതി മഹാരാജാവ് ആ മുക്തപുത്രനായ യദുവിനോട് പറയുക, എന്തൊരു അധപ്പതന ആ രാജാവിന് സംഭവിച്ചിരിക്കുന്നതല്ലേ. സ്വന്തം പുത്രനോട്, ആ പുത്രന്റെ വിവാഹം കഴിഞ്ഞിട്ട് കൂടിയില്ല, എന്നിട്ട് പറയാണ്, ഹേ വത്സ യദോ, നിന്റെ മുത്തച്ഛനായിട്ടുള്ള ആ മുനിയുടെ ശാപനിമിത്തം എന്നെ ബാധിച്ച ജര നീ സ്വീകരിച്ചിട്ട് നിന്റെ യൗവനം എനിക്ക് തരും. എനിക്ക് നിന്റെ അമ്മയുടെ കൂടെ സുഖങ്ങളെ അനുഭവിച്ചിട്ട് മതിയായിട്ടില്ല. അതുകൊണ്ട് നിന്റെ യൗവനം കൊണ്ട് കുറെ കാലം കൂടി വിഷയഭോഗങ്ങളിൽ ഞാൻ എനിക്ക് രമിക്കാലോ, നിന്റെ യൗവനം എനിക്ക് തരും. എന്താ പറയാ, യദു പറഞ്ഞു, അത് പറ്റില്ല അച്ഛാ, ഞാനും കാമസുഖം എന്താന്ന് അറിഞ്ഞിട്ടും കൂടിയില്ല, അച്ഛനെ അത് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയണം. അപ്പൊ ഞാനിത് അനുഭവിക്കാത്ത ആളെ ഞാൻ എങ്ങനെയാ പറയുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വീകരിക്കുന്നില്ല. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.